അതാ അപ്പോൾ ഈ PSC പഠനങ്ങളുടെ പല സമയങ്ങളിലായിട്ട് ഇത് വിടണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് തരണം ചെയ്തത്? കൂടുതലും ബാലു ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത്, അടുത്ത് എന്ത് ചെയ്യണമെന്നൊരു സജഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് വേണ്ടേ പഠിക്കാനായിട്ട്? എന്ത് സോഴ്സാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്? ടാലൻറ്റിൻ്റെ ഗൈഡ്, അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് ഗൈഡ്. ഈ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. IPC ചേഞ്ച് ആയി പെട്ടെന്ന് BNSS ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരുന്നു. അതെ, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് ഒരു സെക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആ സെക്ഷൻ പറഞ്ഞിട്ടേ അടുത്ത സെക്ഷനിലോട്ട് പോകും. അങ്ങനെ കാരണം ബാലുച്ചേട്ടൻ ഉന്തി വിട്ടിട്ടാണ് അവൻ CPU ആയെന്നാണ് അവൻ ഇത്രയും നേരം ഈ 5-10 മിനിറ്റിനുള്ളിൽ അവൻ പറഞ്ഞത്. എന്താണ് ബാലുച്ചേട്ടൻ്റെ ഒരു അഭിപ്രായം? തള്ളുന്നതാണോ അതോ ഉള്ളതാണോ? പഠിച്ചിട്ടാണ്. ഇനി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇതേപോലെ സിജിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ എടുത്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവരോട് പൊതുവായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ വരാൻ പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യത്തെ ഒരു 100 റാങ്കിൽ വന്നിട്ട് ഈ കാലഘട്ടത്തിൽ കാര്യമുള്ളൂ. മുന്നേ നമ്മളൊരു നല്ലൊരു റാങ്കിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കണം. ഹായ് ഓൾ, ടാലൻറ്റ് അക്കാഡമിയുടെ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ടാലൻറ്റ് അക്കാഡമി എന്ന പേര് വർഷങ്ങളായി PSC ഉദ്യോഗാർത്ഥികളുടെ നിലയിൽ കേട്ട് പരിചിതമായിട്ടുള്ളൊരു പേരാണ്. ഒരുപാട് പേരെ ജോലികളിലേക്ക് പ്രവേശിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും ടാലൻറ്റ് അക്കാഡമി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സിജിനാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയും ഒരുപാട് കളിയാക്കലുകൾ നേരിടുകയും ചെയ്ത സിജിൻ. ഇന്ന് സിജിൻ നിൽക്കുന്നത് വെറുതെയല്ല. CPOയിലെ 150ാം റാങ്കുകാരനാണ് സിജിൻ. സിജിൻ്റെ യാത്രയെപ്പറ്റി നമുക്കെല്ലാവർക്കും ഒന്നറിയാം. വെൽക്കം സിജിൻ. താങ്ക് യു. അപ്പോൾ സിജിൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിരുന്നില്ല അല്ല, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തായിരുന്നു സിജിൻ്റെ ഒരു ജോലിയിലേക്ക് എത്താനുള്ളൊരു യാത്ര എന്ന് പറയുന്നത്? ഞാനാണെങ്കിൽ ഒരു 2019 സമയം ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് PSCയിലോട്ട് ഇറങ്ങുന്നത്. എൻജിനീയറിങ് കഴിഞ്ഞ് ഞാനിങ്ങനെ വേറൊരു കോഴ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ആ ഫീൽഡിലേക്ക് പോകാം അങ്ങനെ ഒരു ഐഡിയയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിലായിട്ട് ഞാനൊരു പ്ലേസ്മെൻറ്റ് ലഭിച്ച് ചെന്നൈയിൽ പോയതാണ്. അപ്പോൾ അവിടെ ജോലി കിട്ടും ആ ഒരു പ്രതീക്ഷയിൽ പോയി. പക്ഷെ അവിടെ റെഡി ആയില്ല. അവിടെ നിന്ന് തിരിച്ച് വന്ന് അടുത്ത് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, വിഷ്ണു ഷെയർ എന്നാണ് പുള്ളിയുടെ കറക്റ്റ് പേര്. ഞങ്ങൾ ബാലു ചേട്ടനെന്ന് വിളിക്കും. പുള്ളിയാണ് പറഞ്ഞത്, നീ ഒന്ന് PSC ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അടുത്ത് എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ. അപ്പോൾ ഞാൻ അങ്ങനെ PSCയിലോട്ട് ഇറങ്ങുന്നത് ആ സമയത്താണ്. അപ്പോഴേ ക്ലാസ്സിൽ പോയി അങ്ങനെ ഒരു സ്റ്റഡി ആയിരുന്നില്ല. ഞങ്ങൾ ഫുള്ള് കമ്പൈൻ സ്റ്റഡി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കൊറോണ വന്ന് ആ ടൈമും ഫുള്ള് കമ്പൈൻ സ്റ്റഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെൽഫ് സ്റ്റഡി കുറവായിരുന്നു, കമ്പൈൻ സ്റ്റഡി അങ്ങനെയായിരുന്നു. അപ്പോഴേ അന്ന് ആദ്യമായിട്ട് തൃശ്ശൂരാണ് ഞാൻ CPO അപ്ലൈ ചെയ്തത്. അന്ന് ലിസ്റ്റിൽ വന്നു, കുറച്ച് പുറകിലായിപ്പോയി. ഞാൻ ലിസ്റ്റിൽ വന്ന സമയത്ത് ഇത് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിൽ പഠനം നിർത്തി. അങ്ങനെ ഒരു വർഷം ഗ്യാപ്പ് വീഴുന്നപ്പം പിന്നെ എന്ത് ചെയ്യണമെന്ന് വീണ്ടും ഒരു ഐഡിയ ഇല്ല. അപ്പം PSC കണ്ടിന്യൂ ചെയ്യണോ വേറെ എന്തെങ്കിലും ചെയ്യണോ അങ്ങനെ ഒരു ഐഡിയയിലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ലാസ്റ്റ് ആ സമയത്ത് ഞാൻ ഒരു ടച്ച് ഇല്ലാതെ പോയി അടുത്ത CPO എഴുതി. വെറുതെ അപ്ലൈ ചെയ്തിട്ടിരുന്നു, അങ്ങനെ പോയി എഴുതി. അത് സപ്ലി ആയി. അപ്പോഴെനിക്ക് പിന്നെ ഒരു കോൺഫിഡൻറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ PSC വിട്ട് വേറെ എന്തെങ്കിലും ചെയ്താലോ അങ്ങനെ ഒരു ഐഡിയയിലായിരുന്നു. അതാ അപ്പോൾ ഈ PSC പഠനങ്ങളുടെ പല സമയങ്ങളിലായിട്ട് ഇത് വിടണം എന്നൊരു തോന്നൽ സിജിന് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് തരണം ചെയ്തത്? ഇങ്ങനെ തോന്നൽ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും വരുമ്പോൾ കൂടുതലും ബാലു ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത്, അടുത്ത് എന്ത് ചെയ്യണമെന്നൊരു സജഷൻ ചോദിക്കും. അപ്പോഴേ ആ ചേട്ടൻ തന്നെ പറയും, നീ എന്തായാലും ഇത്ര ഇറങ്ങിയല്ലേ, ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്ന വീണ്ടും ഒരു മോട്ടിവേഷൻ തരും. അപ്പം അങ്ങനെ ഒന്നുകൂടെ ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഈ സമയം എനിക്ക് വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അവര് ഇപ്പം വീട്ടിൽ അതാ ഈ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ ഒരാൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് CPO ആയിട്ടാണ്, അല്ലെങ്കിൽ CPO ആയിട്ടാണ് ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം വേറെ കോഴ്സുകൾ കൂടെ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലേക്ക് തിരിച്ചു വരിക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് വന്നത്? എഞ്ചിനീയറിംഗ് വരെ പഠിച്ചു, അതുമായിട്ട് ഒരു ബന്ധമില്ലാതെ വീണ്ടും PSC ഇരുന്ന് പഠിച്ച് ജോലി മേടിക്കുക, 2019 മുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയായിരുന്നു അവിടെ നിന്നുള്ളൊരു സപ്പോർട്ട്? വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെ നീ എന്താണ് ചെയ്യുന്നത് അതിന് അവർ കൂടെ ഉണ്ടാകും, അങ്ങനെയായിരുന്നു അവരുടെ സപ്പോർട്ട്. അപ്പോൾ നീ പഠിച്ചോ കുഴപ്പമില്ല, വീട്ടിലെ കാര്യം നമ്മൾ നോക്കിക്കോളാം എന്നായിരുന്നു. എൻ്റെ അമ്മയും പപ്പയും രണ്ടുപേരും സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു, നീ പഠിച്ചോ എന്തെങ്കിലും. അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയപ്പം പിന്നെ നമുക്ക് വീണ്ടും ഇതിലോട്ട് ഇറങ്ങാം, ആ ഒരു കോൺഫിഡൻറ്റ്. ചേച്ചിന് ഒറ്റ മോനാണോ? ഇല്ല, എനിക്ക് ചേച്ചിയുണ്ട്. ഈ വാഴ സിനിമ കണ്ടായിരുന്നോ? ഇല്ല, വാഴ കണ്ടില്ല. അതിൽ റീലോ എന്തെങ്കിലും കണ്ടായിരുന്നോ? റീലും ഞാൻ സിനിമ കാണാത്തത് കൊണ്ട് അതിലൊരു പെർട്ടിക്കുലർ സീനുണ്ട്.
അതായത് ചേട്ടൻ അങ്ങ് UK അവിടെ എവിടെയാണ്. അപ്പോൾ അനിയത്തിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടുമ്പോഴത്തേക്കും അനിയത്തി വിളിച്ച് കാശിൻ്റെ കാര്യം സംസാരിക്കുമ്പോഴത്തേക്കും പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാനല്ലാതെ പിന്നെ ആരാണ് എന്നുള്ളത്. അതേപോലെ സിജിൻ്റെ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്തെങ്കിലും സഹായമോ ഈ മോട്ടിവേഷൻ്റെ കാര്യമോ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത്? മോട്ടിവേഷൻ കൂടുതലായിട്ടും ബാലുചേട്ടൻ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്ത് സജഷൻ ഉണ്ടെങ്കിലും ആദ്യം ചോദിക്കുക. അപ്പോൾ പറയും, നീ ഇങ്ങനെ ചെയ്തോ, ഇത് ചെയ്തോ, കുഴപ്പമില്ല, ശരിയാവും. ആ ഒരു കോൺഫിഡൻസ് തന്നത് ഫുള്ള് ചേട്ടനായിരുന്നു. അങ്ങനെയാണ്. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും, വീട്ടിൽ നിന്ന് നീ ചെയ്തോ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, അവർ കൂടെ ഉണ്ടാവും. ആ ഒരു സപ്പോർട്ട് എപ്പോഴും കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ പഠിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, അതായത് പല സമയങ്ങളിലായിട്ട് നിർത്താനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും PSCയിൽ ഇപ്പോഴും, ഇനി അങ്ങോട്ടും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് സിജിന് പറയാനുള്ളത് എന്താണ്? എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി? ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിപ്പോയാലും തിരിച്ചതിലേക്ക് വരിക എന്നുള്ളതൊരു നമുക്കൊരു കടമയാണല്ലോ. അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? തിരിച്ച് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, എസ്പെഷ്യലി PSC. കാരണം ഭയങ്കരമായിട്ടുള്ള സിലബസും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ നിർത്തിക്കിടത്തുന്ന വീണ്ടും നമ്മൾ ഇതെല്ലാം കൂടെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സർക്കിൾ ഉണ്ടാവുമല്ലോ, അപ്പം അത് മെയിനാണ്. കാരണം ഞങ്ങളെ സർക്കിൾ എല്ലാവരും അത്യാവശ്യം PSCയിലോട്ട് ഇറങ്ങി എല്ലാവരും ഇപ്പം ജോലിക്ക് കയറിയവരുണ്ട്. അപ്പോഴേ അതുകൂടെ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇതൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ അവർ കയറി, അപ്പം നമുക്കും ട്രൈ ചെയ്താൽ കിട്ടും, വീണ്ടും ഒന്നുകൂടെ നോക്കാം. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഇറങ്ങിയാൽ കിട്ടും, ആ ഒരു മൈൻഡിൽ തന്നെ പഠിക്കണം. ഏത് പോയിന്റിലാണ് എനിക്ക് വേണം എന്നൊരു തോന്നൽ തോന്നിയത്? കാരണം ഒന്നിലധികം തവണ നിർത്തിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത ആളാണ്. അപ്പം നമുക്കൊരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവും, ഇതില്ലെങ്കിൽ പറ്റില്ല എന്നൊരു പോയിന്റ് കാണും. ആ പോയിന്റ് എപ്പോഴാണ് ലൈഫിൽ വന്നു തുടങ്ങി? ആ പോയിന്റ് എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ കഴിഞ്ഞ CPO, അതായത് 2023 വിളിച്ചത്. അപ്പം അതിന് തൊട്ട് മുന്നേ സപ്ലിയിൽ വന്ന് വീണ്ടും നിർത്തിയാലോ എന്ന് ആലോചിച്ച് നിന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടെ തുടങ്ങാം, ആ ഒരു മൈൻഡ് കിട്ടിയ സമയത്ത് ഇനി എന്തായാലും കുറച്ച് വർഷം പോയി ഇതിൻ്റെ പുറകെ. അപ്പോൾ ഇനി എന്തായാലും വേറൊരു ജോലിക്ക് പോകാനുള്ളൊരു ഇതില്ല എന്ന് വെച്ചാൽ എക്സ്ട്രാ എക്സ്പീരിയൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനി പഠിച്ചെടുക്കുന്നതും അതൊരു നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഇറങ്ങി ഇതിൽ നേടിയേ പറ്റൂ, ആ ഒരു മൈൻഡ് സെറ്റ് അപ്പോഴാണ് വന്നത്. ഇപ്പോൾ 2019 മുതലാണ് പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 5 കൊല്ലത്തോളം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 കൊല്ലത്തോളം നമ്മൾ ഈ ചുറ്റുമുള്ള ശബ്ദങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിച്ചത്? വീട്ടുകാരല്ല, ബാക്കി ചുറ്റുമുള്ള ശബ്ദങ്ങൾ എങ്ങനെയാണ് നിയന്ത്രിച്ചത്? ചുറ്റും എപ്പോഴും ചോദിക്കും എന്തായി ഏതാ എന്നൊക്കെ. അപ്പോഴും ഒന്ന് PSC പഠിച്ചുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു, ലിസ്റ്റിലുണ്ട് എന്നൊക്കെ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എഞ്ചിനീയറിംഗ് വരെ പഠിച്ചല്ലേ, വെറുതെ PSC ഒക്കെ നോക്കണോ, പുറത്തോട്ട് വല്ലതും പൊക്കൂടെ, അങ്ങനെ എന്തെങ്കിലും? ഒരുപാട് പേര് വീട്ടുകാരുടെ അടുത്ത് തന്നെ പറയും, അവൻ ഇത്രയും പഠിച്ചതല്ലേ, അവൻ പുറത്തോട്ട് വല്ല കമ്പനി നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴവർ പറയും, ഇല്ല അവൻ PSC നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതെന്തെങ്കിലും ആയില്ലെങ്കിൽ ലാസ്റ്റ് നോക്കാം, ലാസ്റ്റ് ഓപ്ഷനാണ്. ആ ഒരു ഇതിൽ അവർ എല്ലാവരുടെ അങ്ങനെയാണ് റിപ്ലൈ കൊടുക്കാറുള്ളത്. എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ആൾക്കാരോട് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഒരു അവസ്ഥ? അത് PSC പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലോ. എപ്പോഴും നോക്കിയാൽ ആ ഒരു ചോദ്യം നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും, എന്തായി ഏതായി. ജോലി കിട്ടിയിട്ട് ആദ്യം വിളിച്ച ആരെയാണ്? ഇതുപോലെ ഒരു ചൊറി മാമ അല്ലെങ്കിൽ ചൊറി അമ്മായി കാണുമായിരിക്കുമല്ലോ, അങ്ങനെ ആരെങ്കിലും ആണോ? ഇല്ല, അതോ ആരെയും ഒന്നും വിളിക്കുകയും ചെയ്തില്ല. ആദ്യം പപ്പയെ വിളിച്ചു പറഞ്ഞു, പിന്നെ ബാലുചേട്ടനെ വിളിച്ചു, പിന്നെ ബാക്കി സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് പേരുണ്ട്, അവരെയൊക്കെ അറിയിച്ചു, അങ്ങനെയൊക്കെ. അല്ല, ആദ്യമായിട്ട് ഇപ്പം ഈ ജോലി കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പം ഈ അച്ഛൻ്റെ അമ്മയുടെയും ഒരു എന്തായിരുന്നു വേറൊരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? അവർക്ക് നല്ല സന്തോഷമായി. കാരണം അവരാണല്ലോ ഇത്രയും സപ്പോർട്ട് ചെയ്തതും. എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഫുള്ള് നോക്കിയത് അവരാണ്. എൻ്റെ അടുത്ത് നീ ഇപ്പം വേറെ ജോലിക്കൊന്നും ട്രൈ ചെയ്യണ്ട, PSC പഠിച്ചോ, വീട്ടിലെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞത് അവരാണ്. അപ്പോൾ അവർക്കത് നല്ല സന്തോഷമായി. നമ്മൾ ഇനി രക്ഷപ്പെട്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞാണ് കമ്പൈൻ സ്റ്റഡിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ക്ലാസ്സിനേക്കാൾ കൂടുതൽ കമ്പൈൻ സ്റ്റഡിയുടെ കാര്യമാണ് കൂടുതൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് വേണ്ടേ പഠിക്കാനായിട്ട്? എന്ത് സോഴ്സാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്? സോഴ്സ് ടാലൻറ്റിൻ്റെ ഗൈഡ്, അതേപോലെ സ്പെഷ്യൽ ടോപ്പിക് ഗൈഡ്, പിന്നെ ടാലൻറ്റ് SCRT ഗൈഡ്. അല്ല, അവിടെ പിന്നെ ഒരു സംശയം വരുന്നുണ്ടല്ലോ ആൾക്കാർക്ക്, ഈ PSCയുടെ ട്രെൻഡ് മാറുന്നതനുസരിച്ചിട്ട് ഈ റാങ്ക് ഫയലുകളുടെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഈ ടാലന്റിന്റെ റാങ്ക് ഫയലിൽ എന്താ വ്യത്യാസം വന്നതായിട്ട് കണ്ടിട്ടുള്ളത്? ടാലന്റ് റാങ്ക് ഫയൽ SCRT റാങ്ക് ഫയലിലൂടെ തന്നെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴേ നമുക്കത് യൂസായി. അതെങ്ങനെ പഠിക്കാൻ എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആയത്? എന്ന് വെച്ചാൽ വിശദീകരിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്.
ഇപ്പൊ ഈ റാങ്ക് ഫയലുകൾ എന്ന് പറയുന്നത് നമുക്കൊരു 3 തലയണയ്ക്ക് തുല്യമാണ്. അപ്പൊ ഈ 3 തലയണകൾ എങ്ങനെയാണ് വായിച്ച് തീർത്തത്? അല്ല, എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ സിലബസ് നോക്കി ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ഭാഗത്താണ് വരുന്നത് അങ്ങനെയുള്ള ഭാഗം നമ്മൾ കവർ ചെയ്ത് വെക്കൊണ്ടാണ് വരുന്നത്. ഫുള്ള് വായിച്ച് തീർക്കുക കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷേ മോക്ക് ടെസ്റ്റുകൾ എത്ര അറ്റൻഡ് ചെയ്യും? ഒരു ദിവസം എങ്ങനെയായിരുന്നു? ഒരു ദിവസം ഒരെണ്ണം വെച്ച് ചെയ്യണമെന്നാണ് ഐഡിയ. എല്ലാ ദിവസവും നടന്നില്ലെങ്കിലും ആഴ്ചയിലൊരു 2-3 വെച്ച് ചെയ്യുമായിരുന്നു. അല്ല, അതിൽ ആ തെറ്റുന്ന ഉത്തരങ്ങൾ എന്താ ചെയ്യുക? പഠിക്കുകയാണോ, എഴുതി വെക്കുകയാണോ, അതോ ആ പറയുന്ന സംശയമുള്ള ഭാഗങ്ങൾ വീണ്ടും ക്ലാസ്സുകളോ അല്ല എന്നുണ്ടെങ്കിൽ റാങ്ക് ഫയലുകൾ വീണ്ടും പരിശോധിച്ചിട്ട് അതിന് ഉത്തരം കണ്ടുപിടിക്കുകയാണോ? ചിലത് കിട്ടാത്തത് ചിലത് റാങ്ക് ഫയൽ നോക്കാറുണ്ട്. ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എഴുതിയെടുത്ത് പഠിക്കും. ബാക്കി GK ഭാഗമൊക്കെ ഒന്നേ റാങ്ക് ഫയൽ നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും കണ്ട് അങ്ങനെയാണ് കവർ ചെയ്യണം. ഇപ്പോൾ സിജിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അതായത് CPO ആവട്ടെ എന്ത് പരീക്ഷ ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റുകളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നാണ് സിജിൻ്റെ ഒരു അഭിപ്രായം? ഇപ്പോൾ സിജിന് ഓൾറെഡി ജോലി കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഒരാളാണ്. അപ്പം താങ്കളുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് എവിടെയാണ് നമുക്ക് സ്കോർ ചെയ്യാൻ കൂടുതൽ പറ്റുന്നത്, എവിടെ നമുക്ക് സ്കോറുകൾ കുറവാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്കോറിംഗ് ഓപ്ഷൻസ് കൂടുതലുള്ളതിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? അതായത് ഇപ്പോൾ ഓരോ സിലബസ് ബേസ് ചെയ്തായിരിക്കും നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് സിലബസ് എടുത്ത് ഓരോ എക്സാമിനും നമ്മൾ സിലബസ് ആദ്യം നോക്കണം. അപ്പോൾ ഏത് ഭാഗത്താണ് കൂടുതൽ മാർക്ക്, നമ്മളിപ്പോൾ CPO ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഭരണഘടനാ ഭാഗത്തൊക്കെ 8 മാർക്കിന് അളവുണ്ട്. അപ്പോൾ ഭരണഘടന നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് എടുത്ത് പഠിച്ച്, അത് കഴിഞ്ഞ് സയൻസിനും അത്യാവശ്യം മാർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു. പിന്നെ സ്പെഷ്യൽ ടോപ്പിക് മെയിനായിട്ട് നോക്കി, അത് 20 മാർക്കിനുണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. IPC ചേഞ്ച് ആയി പെട്ടെന്ന് BNSS ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരുന്നു. അതെ, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആണ്. എങ്ങനെയാ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എങ്ങനെയാ ക്ലിയർ ചെയ്ത് തുടങ്ങിയത്? സ്പെഷ്യൽ ടോപ്പിക് ക്ലിയർ ചെയ്ത കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് സാധനമാണ് നമുക്ക്. അതെങ്ങനെയായിരിക്കും അപ്രോച്ച്? അത് മെയിൻ നമ്മളവിടെ കമ്പൈൻ സ്റ്റഡി തന്നെയായിരുന്നു അതിൻ്റെ മെയിൻ. ഇപ്പോൾ CPO ആയിട്ട് കയറിയ ഒരു ഫ്രണ്ടുണ്ട്, ആകാശം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനായിരുന്നു ഞങ്ങളെ സ്പെഷ്യൽ ടോപ്പിക്ക് മെയിനായിട്ട് അവിടെ പറഞ്ഞു തരുന്നതും ഫുള്ള് റിവൈൻഡ് ചെയ്യിപ്പിക്കുന്നതും റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കുന്നതും. അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു പഠന രീതി? സ്പെഷ്യൽ ടോപ്പിക്കുകൾ എങ്ങനെയാണ് പഠിക്കുക? ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വെച്ചിട്ടാണോ പഠിക്കുക? ഇപ്പം ഞാൻ സിജിൻ്റെ തലയ്ക്ക് ഒരു അടി അടിക്കുകയാണ്, സിജിൻ മരിച്ചു പോവുകയാണ്, ഇവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സീൻ പറഞ്ഞിട്ട് ഇനി എനിക്ക് കിട്ടാൻ പോകുന്ന ഈ വകുപ്പുകൾ ഇന്നതൊക്കെ ആയിരിക്കും, അങ്ങനെയാണോ? അതോ ജസ്റ്റ് വായിച്ച് പോവുകയാണോ? ഇത് എക്സാമ്പിളൊക്കെ തന്നെയാണ്. എക്സാമ്പിൾ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് ഡെയിലി നമ്മളിത് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം ഇന്ന് ഒരു സെക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആ സെക്ഷൻ പറഞ്ഞിട്ടേ അടുത്ത സെക്ഷനിലോട്ട് പോകും, അങ്ങനെ. അപ്പോൾ അവിടെയും ഈ സോഴ്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, കാരണം പുതിയ കണ്ടന്റാണ് വീണ്ടും വരുന്നത്. അപ്പോൾ അവിടെയും ഈ സോഴ്സിന്റെ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നം എങ്ങനെയാണ് തരണം ചെയ്തത്? അത് ഞങ്ങൾക്ക് ടാലന്റ്, ഞാൻ ഇവിടെ ക്ലാസ്സിന് വരികയായിരുന്നു ആ സമയത്ത്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫുൾ ക്ലാസ് എവിടെയാണ് CPO സമയത്ത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഗൈഡ് ഇറങ്ങിയതും ഞങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടി, ഇറങ്ങിയ ദിവസം തന്നെ ഞങ്ങൾക്ക് കിട്ടി. അത് വളരെ യൂസായി. കാരണം ടാലന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഗൈഡ് നല്ല ഡിമാൻഡായിരുന്നു എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലാവുന്നതും അത്യാവശ്യം നിലവാരമുള്ള ഗൈഡായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാലന്റിന്റെ ഗൈഡിനോടായിരുന്നു താല്പര്യം. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഗൈഡ് വാങ്ങിയതുകൊണ്ട് ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങി. അത് അവിടെയും ഈ പറയുന്ന പോലെ ഈ ഗൈഡിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിയൽ ലൈഫ് ഇൻസിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ സിറ്റുവേഷൻസോ പറഞ്ഞിട്ടായിരുന്നു ഈ പറയുന്ന റാങ്ക് ഫയലും അല്ലെങ്കിൽ ഗൈഡിനകത്തും ഈ സെക്ഷൻസ് വിവരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഫുൾ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ്, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഫുൾ എക്സാമ്പിൾ അതിലുണ്ടായിരുന്നു ഗൈഡിൽ. അപ്പോൾ ആ എക്സാമ്പിളും ഞങ്ങൾ വായിച്ച് പഠിച്ച് പിന്നെ ഞങ്ങൾ റിയൽ ലൈഫുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. എപ്പോഴും ഈ PSC പഠനങ്ങൾക്ക് ഈ കമ്പൈൻ സ്റ്റഡി എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ളത്? കമ്പൈൻ സ്റ്റഡി എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, എല്ലാവരും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങ് പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരാൾ വായിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് പിറ്റേ ദിവസം വരുമ്പോൾ വീണ്ടും അതേ സാധനം വീണ്ടും ചോദിച്ച് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണതുകൊണ്ട് അത് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമായിരുന്നു. അതെ. ഈ അച്ഛനെ പറ്റി പറയുമ്പോഴേ, ഈ അച്ഛൻ ഈ പറയുന്ന പോലെ നീ പതുക്കെ ആയാലും മതി, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം, ഫാമിലി നമ്മൾ നോക്കിക്കോളാം എന്നുള്ളൊരു ഉറപ്പ് സിജിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പിന് എന്തോരം വില ഇപ്പോൾ കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ ആ ഒരു ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റിയത് തന്നെ. ഇപ്പം അത് കിട്ടിയില്ല. ഇപ്പം ഞാൻ വേറെ ഫ്രണ്ട്സ് പറയുന്ന കേട്ടിട്ടുണ്ട്, വീട്ടിൽ പ്രഷറാണ്, വീട്ടിലവർ വേറെ ജോലി എന്തെങ്കിലും കൂടെ ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ആ ഒരു പ്രഷറില്ല. അപ്പം അത്രയും നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇതുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല നീ
ഈ പറയുന്ന പരിപാടിക്കൊന്നും പോകണ്ട, അതൊക്കെ കുറേ പഠിക്കാനുള്ള കാര്യമാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു നിരുത്സാഹപരമായിട്ടുള്ള സമീപനം ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? അങ്ങനെ 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 തറപ്പിച്ച് പറഞ്ഞിട്ടില്ല ആരും. വേറെ ട്രൈ ചെയ്തുകൂടെ എക്സ്പ്രഷൻ ഇട്ട് തന്നു കാണുമായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വേറെ ട്രൈ ചെയ്തുകൂടെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. വേറെ കമ്പനിയിലെല്ലാം നോക്കിക്കൂടെ അങ്ങനെയൊക്കെ. കൂടുതലും അമ്മയുടെ അടുത്താണ് കൂടുതലും ചോദിക്കുന്നത്. അവ ഇത്രയും പഠിച്ചതല്ലേ, അവന് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറഞ്ഞുകൂടെ, പുറത്തോട്ട് വല്ല കമ്പനിയിൽ നോക്കിക്കൂടെ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ എന്ത് മറുപടി കൊടുക്കും? അമ്മ പറയുന്നത് ഇല്ല, അവൻ ഈ PSC പഠിക്കുകയാണ്, എന്തായാലും നോക്കാം, കുറച്ചു കാലം കൊണ്ട് നോക്കിയല്ലേ, അടുത്തൊരു എക്സാം വരുന്നുണ്ട്, അപ്പൊ അതുകൂടെ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം, ആ ഒരു മറുപടി ആയിരിക്കും അമ്മ കൊടുക്കുന്നത്. ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾക്ക് PSC പഠനം അത്ര എളുപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കുമോ? PSC ചിലപ്പോൾ ഈ മാത്സ് ഭാഗങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ട് തോന്നും. പക്ഷെ ബാക്കി ഒക്കെ വരുമ്പോൾ കുറച്ച് പാടാട്ടാ. GK ഒക്കെ സെക്ഷനൊക്കെ വരുമ്പോൾ കുറച്ച് പാടാട്ടാ തോന്നിയിട്ടുള്ള. അതിപ്പോൾ എങ്ങനെയാ? കാരണം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒരാൾക്ക് ഇപ്പോൾ 1857 റിവോൾട്ടിനെ പറ്റി ചോദിച്ചാൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, കേൾക്കുക. മറ്റേ നാനാ സിംഗിനെ അവരെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ പേരൊക്കെ കേൾക്കുക. ഇപ്പോൾ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ വർഷം, പേര്, ഇത് രണ്ടും ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്ക്, ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അയാൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഈ വർഷവും മനുഷ്യന്മാരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെയായിരുന്നു പഠിച്ചു വെച്ചിരുന്നത്? വർഷം ഒന്ന് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും കോഡ് കിട്ടാൻ, നമ്മളെ മൈൻഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് വരും, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ സ്ഥിരം കേട്ടൊക്കെയാണ് ഇത് ക്ലിയർ ആയത്. വർഷം പഠിക്കാനായിരുന്നു കുറച്ച് പാടുണ്ടായിരുന്നത്. ബാക്കി പേരുകളൊക്കെ പിന്നെ ഒരുവിധമൊക്കെ പഠിച്ചെടുക്കാൻ പറ്റി. ഈ ഇപ്പം യൂണിഫോംഡ് പോസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റോ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ VFA ഒന്നും എഴുതുന്ന പോലെയല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ മാനസികമായിട്ടും ഫ്രഷ് ആയിട്ടിരിക്കണം, ഫിസിക്കലി നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കണം. അത് എത്രത്തോളമാണ് ഈ പറയുന്ന CPO പരീക്ഷയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ഫിസിക്കലി നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം എന്നുള്ളത്. കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഫുള്ളി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കുക. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് അത്യാവശ്യം നോക്കാത്തൊരു സാഹചര്യമായിരിക്കും. പരീക്ഷ എഴുതി റിസൾട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫിസിക്കലിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുക? ഈ ഫിസിക്കൽ അതിൻ്റെ കൂടെ തന്നെയാണോ കൊണ്ടുപോയത്, അതോ റിസൾട്ട് വന്നതിന് ശേഷമാണോ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്? ആദ്യ തവണ അറ്റൻഡ് ചെയ്ത സമയത്ത് റിസൾട്ട് വന്നതിന് ശേഷമാണ് ഫിസിക്കലിനോട്ട് ഇറങ്ങിയത്. അന്നാണെങ്കിൽ അത്യാവശ്യം ടൈം കിട്ടി ഫിസിക്കൽ ചെയ്യാൻ, ഒരു 2-3 മാസത്തോളം ടൈം കിട്ടി. അപ്പോൾ ആ സമയം കൊണ്ട് ഒരുവിധം ക്ലിയർ ചെയ്തു. പിന്നെ ഇപ്പം നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മൾ ചെയ്തതാണ്. അങ്ങനെ ഇപ്പോൾ ഒന്ന് എക്സാം കഴിയുമ്പം ഇതിലോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ റിസൾട്ട് വരട്ടെ, അങ്ങനെ വെയിറ്റ് ചെയ്യും. എന്തായാലും പിന്നെ ഈ എക്സാം കഴിയുമ്പോൾ വീണ്ടും ബ്രേക്ക് ആവും, അതാണ് മെയിൻ വിഷയം. പിന്നെ ഫിസിക്കൽ കഴിയട്ടെ, അടുത്തത് നോക്കാം, ആ ഒരു മൈൻഡിൽ കുറേ മാസം അങ്ങനെ ബ്രേക്ക് ആവും. അല്ല, ഈ പറഞ്ഞ പോലെ ഈ ഫിസിക്കലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഒരുപാട് പേർക്ക് ഇപ്പം സിജനെ സംബന്ധിച്ചിടത്തോളം, സിജനെ കാണുമ്പം അങ്ങനെ എന്താ പറയുക, ഒരു ഫിറ്റാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും കാണുമ്പം. ചിലപ്പോൾ ആണോ അല്ലോ അല്ല, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അപ്പം വേറെ ചില ആൾക്കാർ അങ്ങനെ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത്? ഇപ്പം കൂടെ ഫിസിക്കൽ ചെയ്തവരിൽ ആ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യേണ്ടത്? അവര് കൂടുതലും പേരും എക്സാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവര് മാർക്ക്, നമുക്കൊരു ഐഡിയ കാണുമല്ലോ, മാർക്ക് ഇത്ര ഉണ്ടാവും, അവർ കട്ട് ഓഫ് ഒക്കെ നമ്മളൊരു ഐഡിയ വെച്ചായിരിക്കുമല്ലോ. അതായത് എക്സാം കഴിഞ്ഞത് ഉടനെ അവർ വർക്കൗട്ടിനോട്ട് ഇറങ്ങും. ഫുള്ള് അപ്പോഴിറങ്ങിയാലേ കുറച്ച് സമയം കിട്ടും. അല്ലാതെ റിസൾട്ട് വന്നിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ 1 മാസം അതിനകത്തേക്ക് ടൈം കിട്ടാറുള്ളൂ. അതെ, ഇവരെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങുകയാണ് ഫിസിക്കലിന് വേണ്ടി. ഇപ്പോൾ സിജിൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 2 പ്രാവശ്യം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു, അതേപോലെ ഇപ്പം 3ാമതായിട്ടാണ് മെയിൻ ലിസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കട്ട് ഓഫുകളിലുണ്ടായ ഒരു വ്യത്യാസം എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? കട്ട് ഓഫ് കൂടുന്നതായിട്ടാണോ തോന്നിയത്, കുറവുന്നതായിട്ടാണോ തോന്നിയത്? ആദ്യമൊക്കെ ഒരു 35-40 ആയിരുന്നു കട്ട് ഓഫ്. ഇപ്പോൾ എല്ലാം 50+ എല്ലാ ബറ്റാലിയനിലും ഇപ്പോൾ ആ റേഞ്ച് കട്ട് ഓഫ് വരുന്നുണ്ട്. കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കോമ്പറ്റീഷൻ കൂടാനേ ചാൻസ് ഉള്ളൂ. കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം പറയുന്നുണ്ടെങ്കിലും പക്ഷേ കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ഒരുവിധം പഠിക്കുന്നവർ മാത്രമേ അപ്ലൈ ചെയ്ത് ഇപ്പോൾ എക്സാമിന് വരാറുള്ളൂ. അല്ല, ഇപ്പോൾ ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത് എത്രയായിരിക്കും സിജിൻ്റെ അഭിപ്രായത്തിൽ? സേഫ് സ്കോർ എന്ന് പറയാൻ പറ്റില്ല, ഒരു 60+ ഒക്കെ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ സ്കോർ ചെയ്യേണ്ടി വരും. ആ ഒരു റേഞ്ചായി, ഫിസിക്കലും കൂടെ ഉൾപ്പെടെ. അതെ. അപ്പോൾ സിജിനെ ഒരു പേഴ്സണൽ കാര്യമാണ്, സിജിൻ അറിയാൻ ചാൻസ് ഉണ്ടാവാൻ വഴിയില്ല. നമ്മൾ പിന്നീന്ന് പ്രവർത്തിച്ച പരിപാടിയാണ്. കുറേ നേരമായിട്ട് എനിക്ക് തോന്നുന്നു അച്ഛനേക്കാളും കൂടുതൽ പറഞ്ഞത് ഒരു ചേട്ടൻ്റെ പേരാ, ബാലു ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാ പറഞ്ഞത്. സംഭവം പുള്ളി ഇവിടെ പഠിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുള്ളിയെ ചെറുതായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് സിജിനൊരു സർപ്രൈസ്
തരാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ബാക്കിയിൽ പുള്ളിയും കൂടെ ഉണ്ടാവും. അതായത് ഇത്രയും നാള് സിജിനെ മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ സിജിന്റെ വിജയത്തിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അടുത്തിരിക്കേണ്ട ആളും പുള്ളി തന്നെയാണ്. അപ്പോൾ പുള്ളിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് വിളിച്ചാലോ? കൊണ്ടുവരാം. അപ്പോൾ സിജിനിപ്പോൾ ഏറ്റവും കൂടുതൽ നേരം പറഞ്ഞൊരു പേരാണ്. ഒന്ന് അച്ഛൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനേക്കാൾ കൂടുതൽ സിൻ പറഞ്ഞ ഒരാളുടെ പേരാണ് ബാലു എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ആക്ച്വലി നമുക്കറിയാവുന്ന നമ്മുടെ കൂടെ പഠിച്ച ആൾ തന്നെയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഉള്ളതാണോ എന്ന് അറിയണമല്ലോ ആദ്യം. ശരിക്കും കള്ളം പറയുന്നതാണോ അല്ല ഒന്നും അറിയണമല്ലോ ചുമ്മാ. അപ്പോൾ ഉള്ളതാണോ അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയെ വിളിച്ചു. അപ്പോൾ പുള്ളി വിളിച്ചു പറഞ്ഞു, എൻ്റെ പയ്യൻ തന്നെയാണ് സിജിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നൊരു സർപ്രൈസിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലുചേട്ടനെയും കൂടെ നമ്മൾ ഈ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. അപ്പോൾ സിജിൻ തന്നെ വിളിച്ചു ബാലുചേട്ടനെ. ബാലുചേട്ടാ, ഇത് ഞങ്ങൾ പഠിപ്പിച്ചതിനേക്കാളും അവന് കുറച്ചുകൂടെ കൂറ് ബാലുചേട്ടനോടായിരിക്കും. കാരണം ബാലുചേട്ടൻ ഉന്തി വിട്ടിട്ടാണ് അവൻ CPO ആയെന്നാണ് അവൻ ഇത്രയും നേരം ഈ 5-10 മിനിറ്റിനുള്ളിൽ അവൻ പറഞ്ഞത്. എന്താണ് ബാലുചേട്ടൻ്റെ ഒരു അഭിപ്രായം? അവൻ തള്ളുന്നതാണോ അതോ ഉള്ളതാണോ? പഠിച്ചിട്ടാണ്. അതല്ല, ബാലുചേട്ടൻ തള്ളി വിട്ടതാണോ അതോ അവൻ തള്ളുന്നതാണോ എന്ന് ചോദിച്ചാൽ അഭിപ്രായം ചില സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടായ ലിസ്റ്റിൽ വന്നതാണ്. ബാലുചേട്ടൻ അവൻ പറഞ്ഞ 2 സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ലിസ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ ഓരോ സപ്ലിമെൻ്ററി ലിസ്റ്റ് എടുക്കുമ്പോഴും പുള്ളി ഒരു സമ്മർ വെക്കേഷൻ എടുക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഗ്യാപ്പ് എടുത്താണ് പോകാറെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ബാലുചേട്ടൻ പറഞ്ഞത് എന്താണ്, ഗ്യാപ്പ് എടുക്കുന്നതാണ് അതോ വീണ്ടും ഉന്തിത്തള്ളി അതിനകത്തോട്ട് വിടുക എന്നുള്ളത്? അത് എങ്ങനെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്? ഇല്ല, ഇവ ഒരു ലിസ്റ്റിൽ എല്ലാ ലിസ്റ്റിലും വന്നുകൊണ്ടിരുന്നു. ഒരു സപ്ലി അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലാണെങ്കിൽ പുറകിലോട്ട്. പക്ഷേ ഇവൻ ക്ലാസ്സിനൊന്നും പോകാതെ സ്വന്തമായിട്ടിരുന്ന് പഠിച്ചിട്ട് കമ്പൈൻ സ്റ്റഡി കൊണ്ട് മാത്രമാണ് ഈ ലിസ്റ്റിൽ വന്നത്. ഇവന് നല്ല ഒരു കഴിവുണ്ട്, പക്ഷെ അത് ഇവൻ അറിഞ്ഞുകൂടാ. ബാലുചേട്ടൻ ഇവൻ ഓരോ സപ്ലിമെൻ്ററി ലിസ്റ്റ് കഴിയുമ്പോഴും ഓരോ വെക്കേഷൻ എടുക്കുന്നുണ്ടായിരുന്നു, ഗ്യാപ്പ് എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ജോലി കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് ഗ്യാപ്പ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാലുചേട്ടൻ കൊടുത്ത ഉപദേശം എന്താണ്? അവൻ എല്ലാ ലിസ്റ്റിലും ഈ ഫോഴ്സിലെ എല്ലാ ലിസ്റ്റിലും വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഫ്രണ്ടിലോട്ടാവുന്നില്ല. ഒന്നീ സപ്ലിയിൽ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ പുറകിൽ. അപ്പോൾ ഇപ്പോൾ ഓരോ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോഴും അതിൻ്റെ ഫിസിക്കലിന് പോവും. ആ ലിസ്റ്റ് തീരുന്നത് വരെ നോക്കിയിരിക്കും. ആ സമയം പഠിക്കാൻ വേണ്ടി വലിയൊരു ഗ്യാപ്പ് എടുക്കുക. അപ്പോൾ അങ്ങനെ അടുത്ത ആ ലിസ്റ്റ് എന്തായാലും നിയമനം ലഭിക്കാതെ വരുമ്പോൾ നിരാശനായിട്ടൊരു 2-3 മാസം വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടിയിരുന്ന് അടുത്ത് വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ജോലിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഇവ ഏതാണ്ട് നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനൊന്നും പോകാതെ ഈ കമ്പൈൻ സ്റ്റഡിയും അങ്ങനെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്താണ് ലിസ്റ്റിൽ വന്നത്. അപ്പം അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു ദിവസം പറഞ്ഞു, പുറത്ത് നമ്മൾ ഗ്രാമങ്ങളിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാം ബേസിക്കാണ്. ബേസിക്കായിട്ട് പറഞ്ഞ ആളുകളെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി. അപ്പം ഞാൻ പറഞ്ഞു, നിന്നെക്കാട്ടിയും റേഞ്ച് കൂടിയ കുട്ടികളോട് ഇരുന്ന് പഠിച്ചാൽ മുന്നോട്ടെത്താൻ പറ്റും. അപ്പോൾ ഞാൻ മുമ്പ് 2019 സമയത്ത് ടാലൻറ്റിൽ ഞാനും എൻ്റെ 3-4 സുഹൃത്തുക്കളായിട്ട് പോയി. ആ സമയം ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഇവൻ വേറൊരു കോഴ്സ് പഠിക്കാൻ പോയി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലിസ്റ്റിൽ വന്നത്. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോയി നമ്മളെക്കാട്ടിയും കുറച്ചുകൂടെ ഹയറിലിരിക്കുന്ന കുട്ടികളുടെ കോമ്പറ്റീറ്റ് ചെയ്താൽ മാത്രമേ ഈ എക്സാമിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിൽ വരാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇവൻ്റെ അടുത്ത് പറയുകയും ഇവനത് മനസ്സിലായി. കുറച്ച് ദിവസം പോയില്ല, താല്പര്യക്കുറവായിരുന്നു. എന്നിട്ട് ഇവൻ മനസ്സിലായി. ഇവൻ വേറൊരു സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് അങ്ങനെ ടാലൻറ്റിൽ പോയി. അതിനുശേഷം ഞാൻ OMR ടെസ്റ്റ് എക്സാം പഠിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ OMR എക്സാം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഇവ അതും ചെയ്തു തുടങ്ങി. പിന്നെ ഇവന് ഇവിടെ ടാലൻറ്റിൽ വന്നപ്പം ഇടയ്ക്ക് പറയും, ഇവന് ഫസ്റ്റ് ടെസ്റ്റ് പേപ്പർ നടത്തുമ്പം ഫ്രണ്ടിൽ നിന്ന് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ സന്തോഷമായി. അപ്പോൾ അങ്ങനെ അവനൊരു മത്സര ബുദ്ധി, എന്നും ഫസ്റ്റ് വരണം, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ ഈ ലിസ്റ്റിൽ ഉറപ്പായിരുന്നു എന്തായാലും ഫ്രണ്ടിൽ വരും. എന്നാലും ഇവന് ലിസ്റ്റ് വരുന്ന തലേദിവസം വരെ പേടിയായിരുന്നു പുറകിലാവുമെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു മത്സരബുദ്ധിയിൽ പഠിക്കണമുണ്ട്. ഇവ രാത്രി ഇരുന്ന് കമ്പൈൻ സ്റ്റഡി കഴിഞ്ഞിട്ടും രാത്രി 10-11 മണി വരെ ഇരുന്ന് ഇവന് അറിഞ്ഞൂടാത്ത ടോപ്പിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഭയങ്കര ഒരു മൈൻഡായി. അപ്പോൾ ഉറപ്പായിരുന്നു ഇവന് വരും. അങ്ങനെയാണ് ഈ ലിസ്റ്റിൽ വന്നത്. അവൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. ഇത് സിജിന്റെ ഫാമിലി ആയിട്ട് നമ്മൾ എല്ലാവരും അവിടെ ഉള്ള നമ്മൾ സുഹൃത്തുക്കൾ, ഇവൻ ചേട്ടൻ വിളിക്കുമെങ്കിലും ഇതിൻ്റെ ക്യാമറയ്ക്ക് ഫ്രണ്ടിലാണ് വിളിക്കണേ. നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ പരസ്പര ഫാമിലിയും ഇല്ല. ഇവൻ്റെ വീട്ടിലും എനിക്കറിയിപ്പം എൻ്റെ വീട്ടിലും ഇവന് വരാമോ, അങ്ങനെയുള്ള എല്ലാവരും ഒരേപോലെയാണ് അവിടുത്തെ. അല്ല, എപ്പോഴെങ്കിലും സിജിന്റെ അമ്മയോ അച്ഛനോ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മക്കളെ ഇവൻ രക്ഷപ്പെടുവോ, അങ്ങനെ? ഇല്ല, അവരൊക്കെ അറിയായിരുന്നു. ഇവൻ വർക്ക് ചെയ്യണുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവൻ ലിസ്റ്റിൽ വരാത്ത പഠിക്കാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നോർമലി ഒരാൾ പഠിച്ചു പോകുന്ന രീതിയിൽ ആ മെത്തേഡിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നു ആദ്യം വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിങ് കയറിയതിന് ശേഷമാണ് വേറൊരു വഴിയുണ്ട്, ആകാശം എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ വീട്ടിലോട്ട് മാറിയത്. അപ്പം എൻ്റെ വീട്ടിൽ വന്നാലും അവിടെ ഇരുന്ന് പഠിക്കും.
എന്നിട്ട് വീട്ടിൽ പോയി പഠിക്കൂല. വീട്ടിൽ പോയിട്ട് വെബ് സീരീസോ അങ്ങനെ എന്തെങ്കിലും കണ്ടല്ലെങ്കിൽ കിടന്നുറങ്ങും. ആ ഒരു ഇതായിരുന്നു. പിന്നീട് സ്വന്തമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പഠിച്ചാലും നമ്മൾ സ്വന്തമായിട്ട് അറിഞ്ഞോടാത്ത ടോപ്പിക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പരീക്ഷയ്ക്ക് മാത്രമാണ് അവൻ സത്യം പറഞ്ഞാൽ ഈ 2019 തൊട്ട് പഠിച്ചു തുടങ്ങിയെങ്കിലും എൻ്റെ കണക്കൂട്ടൽ പഠിച്ചത് ഈ ഒരു എക്സാമിന് ഈ ഒരു സമയം ഒരു 2-3 മാസം കൊണ്ട് പഠിച്ചത് കൊണ്ടാണ് വന്നത്. അവൻ അല്ലെങ്കിൽ വേറെ LD ആയാലും ഏത് പഠിച്ചിരുന്നെങ്കിലും അവൻ ലിസ്റ്റിൽ വരുമായിരുന്നു. പക്ഷെ അവൻ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു, അങ്ങനെ ലിസ്റ്റിൽ വന്നതാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടരണം എന്നാണോ പറയുന്നത്? ഞാൻ ഇപ്പോഴും നമ്മൾ ഇവൻ്റെ വീട്ടിൽ വിളിച്ചിരുത്തി ഇപ്പോൾ ഒരു മടിയുണ്ട്. ഇപ്പോഴും അടുത്ത ടെസ്റ്റിന് വേണ്ടി അടുത്ത ലിസ്റ്റ് വരുന്നവരെ പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു ബാക്ക് ഫുട്ടിൽ വെക്കേഷൻ എടുക്കാനുള്ള വെക്കേഷനിലാണ് ഇപ്പം പുള്ളി. വെബ് സീരീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കാണാനായിട്ട്. ആ അല്ല, ഈ നമ്മളിപ്പോ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചാലും ശരിയാവില്ലല്ലോ, ഇല്ല, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കൂലേ? അപ്പം അതെങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഉപദേശം? അങ്ങനെ ഫ്രീ ടൈം ഇല്ല, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകും. നമ്മളവിടെ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ സമയങ്ങളും കളിക്കാൻ പോകും. നൈറ്റ് ടർഫ് ബുക്ക് ചെയ്ത് കളിക്കാൻ പോകും. എല്ലാ ഫ്രീ ടൈം ഒരുപാട് കിട്ടാറുണ്ട്. അല്ല മൊത്തം ഇരുന്ന് കുത്തിയിരുന്ന് പഠിത്തമല്ല, നമ്മൾ പുറത്തിറങ്ങും. അല്ലെ നമുക്കവിടെ ഒരു കുളമുണ്ട്, അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ബാലുച്ചേട്ടനൊരു മെസ്സേജാണ്. കാരണം ബാലുച്ചേട്ടൻ്റെ ജോലി കിട്ടിയത് കൊണ്ടാണ് ബാലുച്ചേട്ടനെ സിജിനെ ഉപദേശിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പം സിജിൻ്റെ അടുത്ത് ഇതുപോലെ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബാലുച്ചേട്ടനെയും കൂടെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും പുള്ളിയോടൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കുക? അവിടെ ഇരുന്ന് പഠിക്ക്, ഇതേപോലെ വെക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കരുത്, ഇരുന്ന് പഠിച്ചാൽ മതി, കിട്ടും എന്നുള്ളൊരു തോട്ടിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും പുള്ളിയെ? അത് എക്സാമ്പിൾ എന്നെ തന്നെ പറയാമല്ലോ. ബ്രേക്ക് എടുത്തത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇതിനു മുന്നേ ലിസ്റ്റിൽ വന്ന് കയറി പോകായിരുന്നു. പഠിക്കുന്നവർ തുടർച്ചയായിട്ട് പഠിക്കുക, നിർത്താതെ കിട്ടും ആ ഒരു മൈൻഡിൽ കണ്ടിന്യൂ ചെയ്യുക, ബ്രേക്ക് എടുക്കരുത്, അത്രയും. ഇനി ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇതേപോലെ സിജിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ എടുത്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവരോട് പൊതുവായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഓൾറെഡി ഇപ്പോൾ രണ്ടുപേരും സർവീസിൽ അടുത്ത ആൾ കയറാനും പോകുന്നു, ഓൾറെഡി ഉള്ളൊരാളോ. അപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്ന പരിപാടികളും എല്ലാം കൂടെ ഒന്ന് ആലോചിച്ചിട്ട് നമ്മളിപ്പോൾ ഈ കിടന്ന് വേർക്കുന്നതിന് എന്തെങ്കിലും ഒരു റിട്ടേൺ തിരിച്ച് കിട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ വരാൻ പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യത്തെ ഒരു 100 റാങ്കിൽ വന്നിട്ട് ഈ കാലഘട്ടത്തിൽ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ വരാതെ എന്നിട്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് ആ സമയം സമരം ചെയ്തിട്ട് ഒരു കാര്യമില്ല. മുന്നേ നമ്മളൊരു നല്ലൊരു റാങ്കിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി 50-50 ചാൻസാണ് എടുക്കും, കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. നമ്മളൊരു നല്ലൊരു റാങ്കിന് വേണ്ടി പഠിക്കണം. ഇപ്പം നമ്മളെ സംവരണമോ അങ്ങനെ ഒരു സംഭവം മൈൻഡിൽ വരാതെ ഒരു ആദ്യത്തെ 100-നകത്ത് വരണം. അപ്പം നമ്മളെ ഫ്രണ്ടിൽ വരണവരും നമ്മളെക്കാട്ടി നന്നായി പഠിച്ചിട്ടാണ് വരണത്. അപ്പോൾ ആ ഒരു മൈൻഡിൽ അവരെ ഓവർടേക്ക് ചെയ്യണം. പിന്നെ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മളെക്കാട്ടി റേഞ്ച് കൂടിയവരൂടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ നോക്കണം. ചിലർ മാർക്ക് കുറയും എന്ന സാഹചര്യം വരുമ്പോൾ ആ സെൻറ്ററിന് വഴിമാറി പോകാനറിയും. അപ്പം നമ്മൾ അവരെക്കാട്ടി ഫ്രണ്ടിലെത്താൻ വേണ്ടി ശ്രമിച്ചാൽ അവിടെ തന്നെ ഒരു മത്സര ബുദ്ധി ഉണ്ടായാൽ നമുക്ക് അത് പരീക്ഷ പേപ്പറിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം രണ്ടുപേരും അവരവരുടെ എന്താ പറയുക എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് ഇതൊരു എൻകറേജ്മെൻറ്റ് പോലെ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വലിയ ഉപകാരം, വലിയ താങ്ക്സ്. അപ്പോൾ സിജിൻ്റെ വിജയകഥ നമ്മൾ കേട്ടു. ഇനിയും വിജയങ്ങൾ തുടരട്ടെ. ടാലൻറ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,